മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 48-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സ് 48. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും. വളരെ ഉത്കണ്ഠവും പരിഭ്രമവുമുള്ള ഒരു മനുഷ്യനാണ് കോയാക്കുട്ടി. താൻ എന്തിനാണ് ഇത്രയും പരിഭ്രമിക്കുന്നതെന്ന് അയാൾക്ക് അറിഞ്ഞുകൂടാ. എന്തു പറഞ്ഞാലും ഒരു അബദ്ധം അയാൾ പറഞ്ഞൊപ്പിക്കും. ഈ കോയാക്കുട്ടിയെ ഒരു മുതലാളി സഹായിക്കാമെന്നേറ്റു. അയാളുടെ വീടും പുരയിടവും വൃത്തിയായി സൂക്ഷിക്കാനുള്ള ചുമതല മുതലാളി കോയാക്കുട്ടിക്ക് നൽകി. അങ്ങനെ വളരെ സന്തുഷ്ടിയോടെ ജോലി ചെയ്തു വരവേ ഒരിക്കൽ കോയാക്കുട്ടി കുളിക്കാനിറങ്ങുമ്പോൾ കുളത്തിൽ മുതലാളിയുടെ പശു ചത്തുകിടക്കുന്നത് കണ്ടു. അയാളുടെ മനസ്സിൽ ഉത്കണ്ഠയും പരിഭ്രമവും ആളിക്കത്തി. വിവരം ഉടൻ തന്നെ മുതലാളിയെ അറിയിക്കാൻ വേണ്ടി അയാൾ വേഗത്തിൽ പാഞ്ഞു. മുതലാളിയുടെ മുന്നിൽ ചെന്നതേ കോയാക്കുട്ടി സർവവും മറന്നു. പരിഭ്രമം മൂലം അയാൾ ഇങ്ങനെയാണ് പറഞ്ഞത്: മുതലാളി, പശുക്കുട്ടി കുളിക്കാൻ ചെന്നപ്പം കുളക്കടവിൽ കോയാക്കുട്ടി ചത്തുകിടക്കുന്നു. കോയാക്കുട്ടി പറഞ്ഞു എന്ന് കേട്ടതേ മുതലാളി എന്റെ ദൈവമേ എന്ന് വിളിച്ച് ബോധമറ്റു. അതെ, പിതാവിന്റെ പരിപൂർണതയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന ഒരു ദൈവിക വിളിയാണ്. ആ പരിപൂർണതയിലേക്ക് ജീവിക്കുവാൻ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കുന്നു. സ്നേഹത്തിലാണ് ആ പരിപൂർണത കണ്ടെത്തേണ്ടത് എന്നും നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.